ചെറുപ്പക്കാരെയും പുതുരക്തങ്ങളെയും ഒരുമിച്ച് ചേർത്ത് തൃക്കരിപ്പൂരിൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ തലമുറ സംഗമം നടത്തി. വയോജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ അറിയാനും വാർദ്ധക്യം രോഗമായി കാണരുതെന്ന് സമൂഹത്തെ അറിയിക്കാനുമായി സംഘടിപ്പിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വാർദ്ധക്യം എന്നത് ജീവിതാവസ്ഥയാണെന്നും വയോധികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ തലമുറയിലുള്ളവരെ പഴയ തലമുറയിലുള്ളവർക്കൊപ്പം ഒരുമിച്ച് ചേർത്തത്. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂർ കുടുംബശ്രീ CDS ഹാളിൽ പുതുതലമുറയിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും വയോജന അയൽക്കൂട്ട അംഗങ്ങളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് എന്ന നിലയിലുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രണ്ടും എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെ കൂടിപ്പിരിയുക എന്നത് മാത്രമാണ് പലപ്പോഴും ഈ കുടുംബശ്രീകളുടെ യോഗങ്ങളിൽ ഉണ്ടാകാറുള്ളത്. യഥാർത്ഥത്തിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ സർക്കാർ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. സർക്കാരിൻ്റെ ഫണ്ടിൽ 5% വയോജനങ്ങൾക്ക് നീക്കി വെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ആ 5% എന്താണ് എന്നോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ വയോജനങ്ങൾക്കാണ്. പക്ഷേ വയോജന ഗ്രാമസഭയിലോ വയോജനങ്ങളുടെ പങ്കാളിത്തത്തിലോ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല എന്നതാണ് വസ്തുത. CDS അധ്യക്ഷ M മാലതി അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ M ഖൈറുന്നീസ, CDS അംഗം ശ്രീജ സന്തോഷ്, N ഹാജിറ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ റിട്ടയർഡ് AEO KV രാഘവൻ മാസ്റ്റർ, ഷംസുദ്ദീൻ IT, M മാലതി, C രജിത എന്നിവർ ക്ലാസ് എടുത്തു. വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തും. തലമുറ സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് പാരിതോഷികങ്ങളും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.